പുസ്തകക്കൂട്ട് സായാഹ്ന സാഹിത്യ സദസ്സ് സംഘടിപ്പിച്ചു. ചെണ്ടയാട് കുനുമ്മലിൽ MCV ഗഫൂറിന്റെ വീട്ടുമുറ്റത്താണ് സാഹിത്യ സദസ്സ് നടന്നത്. പാനൂർ മേഖലയിലെ എഴുത്തുകാരും സഹൃദയരും പങ്കെടുത്തു. പാനൂർ മേഖലയിലെ കലാസാഹിത്യ രംഗത്തെ പ്രവർത്തകരുടെ സാംസ്കാരിക കൂട്ടായ്മയായ പാനൂർ പുസ്തകക്കൂട്ട് സംഘടിപ്പിച്ച സായാഹ്ന സാഹിത്യ സദസ്സ് വേറിട്ട കാഴ്ചയായി. ചെണ്ടയാട് കുന്മലിലെ MCV ഗഫൂറിന്റെ വസതിയിലാണ് സാഹിത്യ സദസ്സ് ഒരുക്കിയത്. പാനൂർ മേഖലയിലെ നിരവധി സാഹിത്യകാരന്മാർ പങ്കെടുത്തു. എഴുത്തിന്റെ ലോകത്ത് വളർന്നു വരുന്നവരെ ചേർത്ത് പിടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിനും പുരോഗമനപരമായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാടിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രഭാഷണങ്ങളും പരിപാടികളും സൗഹൃദ സാഹിത്യ സായാഹ്നങ്ങളും സംഘടിപ്പിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ രാജു കാട്ടുപുനം ചടങ്ങിൽ അധ്യക്ഷനായി. നമ്മൾ ആശയപരമായ എല്ലാവരും വ്യത്യസ്ത വിചാര ലോകങ്ങൾ ഉള്ളവരാണ്. നമ്മളൊക്കെ വ്യത്യസ്ത മതം, ജാതി, രാഷ്ട്രീയത്തിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ നമുക്കൊക്കെ ഉള്ള ഒരു ഏറ്റവും വലിയ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചുള്ളൊരു ബോധ്യവും നമുക്കുണ്ട്. അത് സ്നേഹമായാലും സൗഹൃദമായാലും അനുകമ്പയായാലും ഒക്കെ ഉള്ള ആ മാനവിക മൂല്യങ്ങളുടെ ഒരു ഏകതയിലാണ് നമ്മളൊക്കെ ഏകത്വത്തെ ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത വിചാരലോകങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു വേദിയായി നമുക്ക് പുസ്തകക്കൂട്ട് മാറ്റണം. MCV ഗഫൂർ സ്വാഗതം പറഞ്ഞു. എന്നെ സംബന്ധിച്ചോളം വളരെ ചെറുപ്പം മുതലേ വായനയും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എഴുത്തെന്ന് പറയുമ്പോൾ അത് കാലത്തിനതീതമാണ്. നമ്മളൊക്കെ ഒരുപക്ഷെ 10, 15, 20 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഉണ്ടാകില്ല. പക്ഷേ നമ്മൾ എഴുതിയ വരികൾ, നമ്മൾ എഴുതിയ എഴുത്ത് അത് ഇവിടെ തന്നെ ഉണ്ടാകും. നമ്മുടെ മരണപ്പെട്ടു പോയ ഒരുപാട് എഴുത്തുകാരന്മാർ ഇന്നും നമ്മൾ ഓർക്കുന്നത് അവരുടെ നോവലുകളും എഴുത്തുകളിലും കൂടി തന്നെയാണ്. ഇത് തന്നെയാണ് ഈ എഴുത്തുകാരന്മാർ പ്രത്യേകം സമൂഹത്തിൽ ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റ ആളുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പ്രമുഖ ചിത്രകാരൻ അനിരുദ്ധൻ എട്ടുവീട്ടിൽ എഴുത്തുകാരെ പരിചയപ്പെടുത്തി സംസാരിച്ചു. KP സുജേഷ് തയ്യാറാക്കിയ പുസ്തകക്കൂട്ട് ലോഗോ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ഡോക്ടർ KV ശശിധരൻ മാസ്റ്റർ പ്രകാശന കർമ്മം നിർവഹിച്ചു. ലൈബ്രറി കൗൺസിൽ തലശ്ശേരി താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് പവിത്ര മൊഗേരി, K ലജുമോൾ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. കറക്റ്റ്. അപ്പോൾ എന്താണോ സമൂഹത്തിൽ വിഷലിപ്തമായിട്ടുള്ളത്, എവിടെയാണോ അപാകതകളുള്ളത്, എവിടെയാണോ പോരായ്മകളുള്ളത്, എവിടെയാണോ ആത്മഹത്യാപരമായ പ്രവർത്തനങ്ങളുള്ളത്, അത് ആഹരിച്ചിട്ട് അതിലൂടെ അമൃതത്വം സമൂഹത്തിൽ പ്രദാനം ചെയ്യുക എന്നതാണ് സാഹിത്യകാരന്മാരുടെ, കലാകാരന്മാരുടെയൊക്കെ ചുമതല എന്ന് പറയുന്നത്. കാരണം ഇത് ഈ റെസ്പോൺസിബിൾ റീഡിങ് ഇല്ലാത്തൊരു കാലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അതൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് പോവുകയാണ്. അന്നേരം അത് വായിക്കുന്നില്ലേ, നേരത്തെ പറഞ്ഞു വായന ഇരിക്കുന്നു, മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ വാട്സപ്പ് അങ്ങനെയുള്ള പലതും നമ്മൾ വായിച്ചു പോകുന്നുണ്ട്. പക്ഷേ ദർ ഈസ് നോ റെസ്പോൺസിബിൾ റീഡിങ്. അതൊരു എൻ്റർടൈൻമെൻറ്റായിട്ടാണ് ആളുകൾ കാണുന്നത്. അതൊരു എൻഗേജ്മെൻറ്റായി മാറണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ ഉള്ള കല്ലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് മൂർച്ഛം കിട്ടുന്നത്. അതുപോലെ തന്നെ എഴുത്തുകൾക്ക് ഓരോരാളുടെയും നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്ന എഴുത്തുകൾക്ക് മൂർച്ച ഉണ്ടായിരിക്കണം. ആ മൂർച്ച ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മളെ വായന വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. വായന എന്ന് പറയുന്നത് നമ്മളൊക്കെ വായിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മൾ വായിക്കുന്നത്? ബുദ്ധിക്ക് മൂർച്ച കൂട്ടുക എന്നതാണ് വായനയുടെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ എഴുത്തുകാരുടെ ഭാഗത്തുനിന്ന് കൂടെ മൂർച്ചയുള്ള ഒരായുധങ്ങളാക്കി മാറ്റണം. പുസ്തകക്കൂട്ടിൻ്റെ ഉദ്ദേശലക്ഷ്യവും ഭാവി പരിപാടികളും സംബന്ധിച്ച് ഡോക്ടർ TK അനിൽകുമാർ, KV മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ എഴുതാൻ ആഗ്രഹിക്കുന്നവരും വായിക്കുന്നവരും എഴുതി തുടങ്ങിയവരും എന്നാൽ എഴുത്തിൻ്റെ ലോകത്ത് നിന്ന് എല്ലാ നിലകളിലേക്കും ഉയർന്നിട്ടുള്ള ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മ നമുക്ക് ഈ പ്രദേശത്ത് പാനൂർ മേഖലയിൽ ഉണ്ടാക്കിയെടുത്താൽ അത് വലിയൊരു കരുത്താകും ഈ സാഹിത്യ മേഖലയിൽ എന്നുള്ള കാര്യത്തിൽ ആർക്കൊരു തർക്കമില്ല. ലോക കവിതാ ദിനത്തിൽ നടന്ന സാഹിത്യ സദസ്സിൽ സുരേഷ് ബാബു മാസ്റ്റർ കവിതകൾ ആലപിച്ചു. ലോകത്തും നമ്മുടെ രാജ്യത്തും നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങളും യുദ്ധങ്ങളും നമ്മുടെ അടുക്കളയിൽ പോലും പ്രതിഫലിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയും യുദ്ധഭീകരതയ്ക്കെതിരെയും
സദസ് ഉത്കണ്ഠയും പ്രതിഷേധവും രേഖപ്പെടുത്തി. പുസ്തകക്കൂട്ടിൻ്റെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. രക്ഷാധികാരികളായി ഡോക്ടർ കെ വി ശശിധരൻ മാസ്റ്റർ, രാജു കാട്ടുപുരം, പവിത്ര മൊകേരി, പ്രേമനിലത്ത്, കെ വി മുകുന്ദൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ചെയർപേഴ്സണായി ജ്യോതി കേളോത്തിനെയും വൈസ് ചെയർമാനായി ജയപ്രകാശ് പാഞ്ഞൂരിനെയും കൺവീനറായി അനിരുദ്ധൻ എട്ടുവീട്ടിലിനെയും ജോയിന്റ് കൺവീനറായി ഡോക്ടർ ടി കെ അനിൽകുമാറിനെയും ട്രഷററായി MCV ഗഫൂറിനെയുമാണ് തെരഞ്ഞെടുത്തത്. VK ബിജി ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു.